ലോകം ഉറ്റുനോക്കിയ ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച അവസാനിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം പരസ്യമാക്കിക്കൊണ്ടാണ് 50 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് അന്ത്യമായത്. ചൈനയിലെ തുറമുഖ നഗരമായ ടിയാൻജിൽ ഞായറാഴ്ച നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കിടെയാണ് ഇരു രാഷ്ട്ര തലവന്മാരും തമ്മിൽ ചർച്ച നടത്തിയത്. പരസ്പര വിശ്വാസം, ബഹുമാനം, സംവേദനക്ഷമത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ-ചൈന ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ സൈനിക പിൻവലിയലിന് ശേഷം അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും നിലനിൽക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി മോദി ചൂണ്ടിക്കാണിച്ചിരുന്നു. കഴിഞ്ഞ വർഷം കസാനിൽ തങ്ങൾ വളരെ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയെന്നും അത് നമ്മുടെ ബന്ധങ്ങൾക്ക് ഒരു വലിയ ദിശാബോധം നൽകിയെന്നും അതിർത്തിയിലെ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടുവെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നിർണായക കൂടിക്കാഴ്ചയ്ക്കിടെ വ്യക്തമാക്കിയിരുന്നു. അതിർത്തിയിലെ കാര്യങ്ങൾ സംബന്ധിച്ച് തങ്ങളുടെ പ്രത്യേക പ്രതിനിധികൾ തമ്മിൽ ഒരു ധാരണയിലെത്തി. കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകളും പുനരാരംഭിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഇതുവരെയുള്ള പുരോഗതികൾ എടുത്തു പറഞ്ഞുകൊണ്ട് മോദി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്ത ഷീ ന്യൂഡൽഹിയെ ബീജിംഗിന്റെ സുപ്രധാന സുഹൃത്തായി കണക്കാക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇരു രാജ്യങ്ങളും തന്ത്രപരവും ദീർഘകാലവുമായുള്ള വീക്ഷണകോണിൽ നിന്ന് ബന്ധങ്ങൾ കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഇതിനുശേഷമാണ് ഇരു കൂട്ടരും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം എടുത്തു പറഞ്ഞത്. കിഴക്കൻ മേഖലയിലെ രണ്ട് പുരാതന നാഗരികളാണ് ചൈനയും ഇന്ത്യയും. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളാണ് നമ്മൾ. ഗ്ലോബൽ സൗത്തിലെ പ്രധാന അംഗങ്ങളുമാണ്. രണ്ട് ജനതയുടെയും ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനും വികസിത രാജ്യങ്ങളുടെ ഐക്യദാർഢ്യം പുനരുജ്ജീവിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നതിനും മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ചരിത്രപരമായ ഉത്തരവാദിത്തം നമ്മൾ ഇരുകൂട്ടരും വഹിക്കുന്നുവെന്നും ഷീ പറഞ്ഞു. ഈ വർഷം ചൈന-ഇന്ത്യ നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികമാണ്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ ബന്ധത്തെ തന്ത്രപരവും ദീർഘകാലവുമായുള്ള വീക്ഷണകോണിൽ നിന്ന് കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും ബഹുരാഷ്ട്രവാദം, ബഹുധ്രുവ ലോകം, അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ കൂടുതൽ ജനാധിപത്യം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിനും ഏഷ്യയിലും ലോകമെമ്പാടും സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുമുള്ള ചരിത്രപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും നാം മുന്നോട്ടിറങ്ങണമെന്നും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഡ്രാഗണും ആനയും ഒന്നിച്ചു വരണമെന്ന് സുഹൃത്തുക്കളായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഷീ ജിൻപിങ് പറഞ്ഞു. ടിയാൻജിൽ നടന്ന SCO ഉച്ചകോടിയിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ 50 മിനിറ്റോളം നീണ്ട ചർച്ചകൾ നടന്നത്. US തീരുവയുടെ പശ്ചാത്തലത്തിൽ നിർണായകമാണ് ഈ കൂടിക്കാഴ്ച. പ്രധാനമന്ത്രി മോദി അവസാനമായി ചൈനയിലെത്തിയത് 7 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. 2018-ൽ വുഹാനിലേക്കാണ് അദ്ദേഹം അവസാനമായി എത്തിയത്. ഡോക്ലാം സംഘർഷത്തെ തുടർന്നായിരുന്നു അത്. ട്രംപിന്റെ തീരുവയും ഉപരോധവും മൂലമുണ്ടായ സാഹചര്യങ്ങളിൽ രണ്ട് ഏഷ്യൻ ശക്തികളും കടന്നു പോകുമ്പോൾ ഇത്തവണത്തെ ചർച്ച കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സാമ്പത്തികവും തന്ത്രപരവുമായ വിഷയങ്ങളിലാണ് എന്നതും ശ്രദ്ധേയമാണ്.